ജംഗിൾ ബുക്ക് ഭാഗം 14. അങ്ങനെയിരിക്കെ ഒരു ദിവസം നിശ്ചിത സ്ഥലത്ത് ചെമ്പൻ ചെന്നായെ കണ്ടില്ല. മൗഗ്ലി ഊറിച്ചിരിച്ചുകൊണ്ട് പോത്തിൻപറ്റത്തെ പുൽമേട്ടിന് നടുവിലുള്ള കിടങ്ങിലെ മരച്ചോട്ടിലേക്ക് നയിച്ചു. മരത്തിൽ നിറയെ ചുവന്ന പൂക്കളുണ്ടായിരുന്നു. ചുവട്ടിൽ ഉത്കണ്ഠയോടെ ചെമ്പൻ ചെന്നായ കുത്തിയിരിക്കുന്നത് കണ്ടു. അവൻ കിതച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ പറ്റിക്കാൻ വേണ്ടി 1 മാസമായി ഷേർഖാൻ ഒളിച്ചു നടക്കുകയായിരുന്നു. ഇന്നലെ രാത്രി നിന്നെ തേടി അവൻ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. കൂടെ തബാക്കിയുമുണ്ട്. മൗഗ്ലി ആലോചനയിൽ മുഴുകി. എനിക്ക് ഷേർഖാനെ പേടിയില്ല, പക്ഷേ തബാക്കി കൗശലക്കാരനാണ്, അവൻ പറഞ്ഞു. പേടിക്കണ്ട, ചെമ്പൻ ചെന്നായ നാവും നുണഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇന്ന് വെളുപ്പിനെ ഞാൻ തബാക്കിയെ കണ്ടു. അവനിപ്പോൾ പരുന്തുകൾക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ് പോലും. നല്ല തട്ട് കിട്ടുമെന്നുറപ്പായപ്പോൾ അവൻ സത്യമായി എല്ലാം പറഞ്ഞു. ഇന്ന് വൈകുന്നേരം ഗ്രാമത്തിലേക്കുള്ള വഴിയിൽ ഷേർഖാൻ നിന്നെ കാത്തു നിൽക്കും. നിന്നെ മാത്രം അവന് മതിയത്രേ. ഇപ്പോൾ വൈഗുങ്ക നദിക്കരയിൽ വലിയ കിടങ്ങിൽ അവൻ പതുങ്ങിയിരിക്കുകയാണ്. അവൻ ഇന്ന് തിന്നാൻ വല്ലതും കിട്ടിയോ, അതോ വെറും വയറ്റിലാണോ നായാട്ട്? മൗഗ്ലി ചോദിച്ചു. അതിൻ്റെ ഉത്തരം അറിഞ്ഞിട്ട് വേണം അനന്തര നടപടികൾ തീരുമാനിക്കേണ്ടത്. വെളുപ്പിന് അവനൊരു പന്നിയെ കൊന്നു തിന്നു, വെള്ളവും കുടിച്ചു. എന്തായാലും പട്ടിണി കിടക്കാൻ ഷേർഖാനെ കിട്ടുകയില്ലെന്ന് അറിഞ്ഞുകൂടെ? മണ്ടൻ, മരമണ്ടൻ. തീറ്റയും കുടിയും കഴിഞ്ഞ് ഉറക്കമാകുന്നതുവരെ ഞാൻ കാത്തിരിക്കണമെന്നാണോ അവൻ്റെ വിചാരം? ഇപ്പോൾ അവൻ എവിടെയാണെന്നാണ് പറഞ്ഞത്? എൻ്റെ ഈ കൂട്ടുകാർ 10 പേരുണ്ടെങ്കിൽ അവനെ കുത്തിക്കീറും. പക്ഷേ ഈ പോത്തുകളുടെ ഭാഷ എനിക്ക് അറിഞ്ഞുകൂടാ. കാറ്റിലൂടെ ശത്രുവിൻ്റെ മണം പിടിക്കാൻ കഴിഞ്ഞാൽ ഇവർ ആക്രമിച്ചുകൊള്ളും. ആ കിടങ്ങിൻ്റെ മറുകരയിലെത്താൻ എന്താ ഒരു വഴി? അത് ബുദ്ധിമുട്ടാണ്, ചെമ്പൻ ചെന്നായ പറഞ്ഞു. നദി നീന്തിക്കടന്നാണ് ഷേർഖാൻ അവിടെ എത്തിയത്. ആ തബാക്കിയായിരിക്കും അവൻ ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത്. സ്വയം ഇതൊന്നും ചിന്തിക്കാനുള്ള കഴിവ് അവനില്ല. മൗഗ്ലി വിരൽ കടിച്ചുകൊണ്ട് ആലോചനയിൽ മുഴുകി. എന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്നും 1/2 മൈൽ നടന്നാൽ മറ്റൊരു വഴിയിലൂടെ ആ കിടങ്ങിലെത്താം. പക്ഷേ അവൻ കടന്നു കളയാൻ അനുവദിച്ചുകൂടാ. 2 വഴികളും അടച്ചുകൊണ്ട് വേണം ആക്രമണം തുടങ്ങാൻ. പോത്തുകളിൽ കുറെ എണ്ണവുമായി ഇതിലെ വരാൻ നിനക്ക് കഴിയുമോ? എനിക്ക് കഴിയില്ല, പക്ഷെ ബുദ്ധിമാനായ ഒരു സഹായിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുറച്ചു ദൂരം നടന്ന് ചെമ്പൻ ചെന്നായ ഒരു മാളത്തിലേക്ക് ഇറങ്ങി അപ്രത്യക്ഷനായി. നിമിഷങ്ങൾക്കുള്ളിൽ ചാരനിറത്തിലുള്ള ഒരു വലിയ തല മാളത്തിന് വെളിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഒപ്പം ഒരു ചെന്നായയുടെ അതിഭീകരമായ ഗർജനവും ഉയർന്നു കേട്ടു. സുപരിചിതമായ ആ രൂപവും ശബ്ദവും കേട്ട് കൈകൾ കൊട്ടി തുള്ളിച്ചാടിയ മൗഗ്ലി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഹായ് അഖേല, അഖേല, നീ എന്നെ മറക്കുകയില്ലെന്ന് എനിക്കറിയാം. ഇപ്പോൾ നമുക്ക് പിടിപ്പത് പണിയുണ്ട്. ഈ പോത്തിൻ പറ്റത്തെ 2ആയി പകുക്കണം. എരുമകളും കിടാങ്ങളും ഒരു കൂട്ടത്തിൽ നിന്നോട്ടെ. 2 ചെന്നായ്ക്കളും ചീറിക്കൊണ്ട് പോത്തിൻകൂട്ടത്തിനിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. നിമിഷങ്ങൾക്കുള്ളിൽ അത് 2 സംഘമായി തിരിഞ്ഞു. കിടാങ്ങളെ രക്ഷിക്കുന്നതിന് എരുമകൾ കൊമ്പുകുലുക്കി ആക്രമണ സജ്ജരായി നിലകൊണ്ടു. ഇനി എന്തു വേണം? കിതച്ചുകൊണ്ട് അഖേല ചോദിച്ചു. ഇവർ വീണ്ടും ഒന്നിച്ചു ചേരുന്നതിന് മുമ്പ് നമുക്ക് പുറപ്പെടാം, രാമന്റെ പുറത്തു കയറിയിരുന്ന് മൗഗ്ലി പറഞ്ഞു. അഖേല, പോത്തുകളെയും കൊണ്ട് നമുക്ക് കാട്ടിലൂടെ പോകാം. എന്നിട്ട് ചെമ്പനോടായി പറഞ്ഞു, സഹോദര, ഞങ്ങൾ പോയാലുടൻ ഈ എരുമകളെയും കിടാങ്ങളെയും നേരായ വഴിയിലൂടെ കിടങ്ങിലേക്ക് നയിക്കണം. എത്ര ദൂരം പോകേണ്ടി വരും? അവൻ ചോദിച്ചു. ഷേർഖാന് ചാടി രക്ഷപ്പെടാൻ കഴിയരുത്, മൗഗ്ലി വിളിച്ചു പറഞ്ഞു. അഖേല ഉച്ചത്തിൽ നീട്ടി മോങ്ങിയപ്പോൾ പോത്തുകൾ കോപത്തോടെ അവന്റെ നേർക്ക് പാഞ്ഞു. വളരെ നന്നായി, പിന്നിൽ നിന്ന് മൗഗ്ലി വിളിച്ചു പറഞ്ഞു. ഇനി ഒരു പ്രാവശ്യം കൂടി അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ മതി. അഖേല, സൂക്ഷിച്ചുകൊള്ളണേ, ഇവർ ചവിട്ടി അരച്ചു കളയും. എനിക്കറിയാം, അഖേല പറഞ്ഞു. എൻ്റെ ചെറുപ്പകാലത്ത് ഇവയെ ഞാനും വേട്ടയാടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവരെ കാട്ടിലേക്ക് നയിക്കാമല്ലോ. ഓഹോ, പെട്ടെന്ന് വേണം. ഈ രാമനാണ് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഇവനോട് പറയാൻ എനിക്കിവന്റെ ഭാഷ അറിയില്ലല്ലോ. കാട്ടിലേക്കുള്ള വഴിയിൽ നിന്ന് അഖേല ചീറി. അവനെ ആക്രമിക്കാൻ പോത്തിൻകൂട്ടം പാഞ്ഞു ചെന്നു. അങ്ങനെ അവയെ വിരളി പിടിപ്പിച്ചുകൊണ്ട് അവർ അതിവേഗം മുന്നോട്ട് നീങ്ങി. കാലുമേയ്ക്കാൻ വന്നിരുന്ന ഗ്രാമത്തിലെ മറ്റു കുട്ടികൾ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് ഓടി. പോത്തിൻപറ്റത്തിന് പേപിടിച്ചെന്നും കാടിനുള്ളിലേക്ക് ഓടിക്കളഞ്ഞെന്നുമാണ് അവർ ഗ്രാമീണരോട് പറഞ്ഞത്. 4 വശത്തു നിന്നും ഷേർഖാനെ വളയുക എന്നതായിരുന്നു മൗഗ്ലിയുടെ തന്ത്രം. തീറ്റി കഴിഞ്ഞ് വയറു നിറച്ച് വെള്ളം കുടിച്ചാൽ കുറെ നേരത്തേക്ക് ഓടാനോ കുന്നുകയറാനോ ഷേർഖാന് സാധ്യമല്ലെന്ന് അവനറിയാം. പോത്തുകളുടെയും എരുമകളുടെയും ഇടയിലിട്ട് തന്നെ അവനെ വകവരുത്തുകയും ചെയ്യാം. അതനുസരിച്ച് മൗഗ്ലിയും അഖേലയും നയിച്ചുകൊണ്ടുവന്ന പോത്തിൻപറ്റം കിടങ്ങിന് മുകളിൽ 3 വശവും വലയം ചെയ്തുകൊണ്ട് നിലയുറപ്പിച്ചു. താഴെ മരച്ചൂട്ടിൽ കിടന്നുറങ്ങിയിരുന്ന കടുവയെ അവർ കണ്ടു. ഒരു കാറ്റടിച്ചപ്പോൾ വന്യമൃഗത്തിന്റെ മണം പിടിച്ച പോത്തുകൾ അക്ഷമരായി. ഇനി നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ് മൗഗ്ലി കൈവിരലുകൾ ചുണ്ടോട് ചേർത്ത് താഴേക്ക് നോക്കി ഉറക്കെ ചൂളമടിച്ചു. ഗുഹയ്ക്കകത്ത് നിന്നെന്ന പോലെ കിടങ്ങിൽ നിന്ന് അതിന്റെ പ്രതിധ്വനി മുഴങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ഉറക്കമുണർന്ന കടുവയുടെ മുരർച്ചയും കേട്ടു.
ആരാണ് എന്നെ ഉണർത്തിയത്? ആർക്കാണ് ഇത്ര ധൈര്യം? ഷേർഖാൻ ചോദിച്ചു. ഞാനാണ് മൗഗ്ലി. കള്ളക്കടുവേ, നിന്റെ അന്ത്യമെടുത്തു. അടുത്ത കൗൺസിൽ യോഗത്തിന് നിന്റെ തോൽ ആവശ്യമുണ്ട്. രാമ, താഴേക്ക്. അകേല, എല്ലാവരെയും താഴേക്ക് ഓടിച്ചോ, വേഗം. പോത്തിൻ പറ്റം ഒരു നിമിഷം ശങ്കിച്ചു നിന്നു. മുന്നിൽ അഗാധമായൊരു കിടങ്ങാണ്. അകേല അത്യുച്ചത്തിൽ മോങ്ങി. അത് കേട്ട് ക്ഷുഭിതരായ പോത്തുകൾ ഒന്നിനു പിറകെ ഒന്നായി താഴേക്ക് ചാടി മുക്രയിട്ടുകൊണ്ട് മുന്നോട്ട് കുതിച്ചു. ചുറ്റുപാടും പൊടിപടലങ്ങൾ ഉയർന്നു. ശത്രുവിന്റെ സാമീപ്യം പോത്തിൻ പറ്റത്തിന് ആവേശം പകർന്നു. ശക്തി കുറഞ്ഞവയെ തള്ളിമാറ്റി കൂറ്റന്മാർ മുന്നോട്ട് പാഞ്ഞു. ഈ ആക്രമണത്തെ ഷേർഖാനെന്നല്ല ഒരു കടുവയ്ക്കും വെറുക്കാൻ സാധ്യമല്ല. കുളമ്പിന്റെ ഒച്ച കേട്ട് തലയുയർത്തി നോക്കിയ ഷേർഖാൻ കറുത്ത തിരമാല പോലെ പോത്തുകൾ ചീറി വരുന്നത് കണ്ട് രക്ഷപ്പെടാനുള്ള വഴി തേടി. പുൽമേടിലേക്ക് തിരിഞ്ഞോടാതെ നിവർത്തിയില്ല. പക്ഷേ വയർ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് വേഗത്തിൽ ഓടാനും വയ്യ. എങ്കിലും ജീവനിലുള്ള കൊതികൊണ്ട് അവൻ പിന്തിരിഞ്ഞോടി. പക്ഷേ പിന്നിൽ നിന്നുള്ള ആക്രമണത്തിന്റെ പ്രതിധ്വനി പോലെ മുന്നിൽ നിന്ന് ഒരു ഇരമ്പൽ കേട്ടു. അതാ എരുമകളും കിടാങ്ങളും അടങ്ങുന്ന ഒരു പറ്റം അവന്റെ നേർക്ക് വരുന്നു. പോത്തുകളേക്കാൾ അപകടകാരികളാണ് കിടാങ്ങളോടൊപ്പമുള്ള എരുമകൾ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അവ അടുത്തെത്തിക്കഴിഞ്ഞു. ഷേർഖാൻ നിന്നിടത്തു നിന്ന് ഒന്ന് കറങ്ങി. അതിനിടയിൽ രാമന്റെ കാലുകൾ മാർദ്ദവമുള്ള ഏതോ ഒരു വസ്തുവിൽ തടഞ്ഞു. പോത്തിൻ പറ്റം തിങ്ങിഞ്ഞെരുങ്ങി മുന്നോട്ട് പായുകയാണ്. എതിർദിശയിൽ നിന്ന് വന്നവരും മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ പിന്തിരിഞ്ഞു. മൗഗ്ലി രാമന്റെ പുറത്തുനിന്നും ചാടിയിറങ്ങി സുരക്ഷിതമായ സ്ഥലത്തു നിന്നും വിളിച്ചു പറഞ്ഞു. അകേല, ഇവരെ വെളിയിലേക്ക് ഓടിക്ക്, അല്ലെങ്കിൽ പരസ്പരം വെട്ടിച്ചാകും. ഹേയ് രാമ, ഹോയ് ഹോയ്. മതി മതി, കാര്യം കഴിഞ്ഞു. ഇനി സാവധാനം മുന്നോട്ട്. ഹോയ് ഹോയ്. അകേലയും ചെമ്പഞ്ചെന്നായും പോത്തുകളുടെ കാലുകൾ മാന്തിയും കടിച്ചും അവയെ പുൽമേട്ടിലേക്ക് ഓടിച്ചു. മൗഗ്ലിയും കൂട്ടുകാരും തിരിച്ചു വന്ന് നോക്കിയപ്പോൾ പോത്തുകളുടെ ചവിട്ടേറ്റ് ചതഞ്ഞ് ചത്തുകിടന്ന ഷേർഖാനെയാണ് കണ്ടത്. ഒരു നായയെപ്പോലെ ഇവൻ ചത്തു എന്ന് പറഞ്ഞ് ഉറയിൽ സൂക്ഷിച്ചിരുന്ന കത്തി മൗഗ്ലി പുറത്തെടുത്തു. മനുഷ്യരുടെ കൂട്ടത്തിൽ താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഉറയിലിട്ട കത്തി കഴുത്തിൽ തൂക്കിയിട്ട് നടക്കാൻ അവൻ പഠിച്ചു. ഇവന്റെ തോല് കൗൺസിൽ യോഗം ചേരുന്ന പാറയിൽ വിരിക്കാൻ കൊള്ളാം എന്ന് പറഞ്ഞ് അവൻ കത്തി കൊണ്ട് കടുവയുടെ തോൽ ഉരിച്ചെടുക്കാൻ തുടങ്ങി. മനുഷ്യരുടെ ഇടയിൽ വളർന്നു വന്ന ഒരു കുട്ടിക്ക് 10 അടി നീളമുള്ള ഒരു കടുവയുടെ തോൽ ഉരിച്ചെടുക്കാൻ സാധ്യമല്ല. എന്നാൽ മൗഗ്ലി മൃഗങ്ങളുടെ ചർമ്മം പൊളിച്ചെടുക്കാനുള്ള വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. എങ്കിലും അവന് 1 മണിക്കൂറിലധികം നേരം അധ്വാനിക്കേണ്ടി വന്നു. കൂട്ടുകാരായ ചെന്നായ്ക്കൾ പല്ലുകൾ ഉപയോഗിച്ച് അവനെ സഹായിച്ചു. പെട്ടെന്ന് ഒരു കൈ മൗഗ്ലിയുടെ ചുമലിൽ സ്പർശിച്ചു. അവൻ തലയുയർത്തി നോക്കിയപ്പോൾ തോക്കുമായി നിൽക്കുന്ന ബൽദേവിനെ കണ്ടു. പോത്തുകൾ കാട്ടിലേക്ക് ഓടിപ്പോയ വിവരം കുട്ടികൾ ഗ്രാമത്തിൽ അറിയിച്ചപ്പോൾ അവനെ തേടി ഇറങ്ങിയതാണ് അയാൾ. പോത്തുകളെ മേയ്ക്കാൻ അറിഞ്ഞുകൂടാത്തതിന് നല്ല വഴക്ക് പറയണമെന്നുദ്ദേശിച്ചാണ് വരവ്. ബൽദേവ് വരുന്നത് കണ്ട് അകേലയും ചെമ്മനും ഓടി ഒളിച്ചു. എന്ത് മണ്ടത്തരമാണ് നീ കാണിക്കുന്നത്? ബൽദേവ് ദേഷ്യപ്പെട്ടു. നീ ഒറ്റയ്ക്കൊരു കടുവയുടെ തോലുരിക്കുകയെന്ന് വെച്ചാൽ? പോത്തുകളെല്ലാം കൂടി കടുവയെ ചവിട്ടിക്കൊന്നു അല്ലേ? എവിടെ വെച്ചാണ് കൊന്നത്? ആ മുടന്തൻ കടുവയായത് നന്നായി. ഇതിന്റെ തലയ്ക്ക് 100 രൂപ വിലയിട്ടിട്ടുണ്ട്. പോട്ടെ, സാരമില്ല. പോത്തുകളെ മേയ്ക്കുന്നതിൽ നീ കാണിച്ച അലംഭാവം ക്ഷമിച്ചു കളയാം. ഇതിന്റെ തോലുരിച്ച് ഗാനിവാരയിൽ കൊണ്ടുചെന്നാൽ കിട്ടുന്ന സമ്മാനത്തിൽ നിന്ന് 1 രൂപ നിനക്ക് തന്നേക്കാം. കടുവയുടെ മേശ കരിക്കുന്നതിനായി അയാൾ കീശയിൽ നിന്നും തീപ്പെട്ടിയെടുത്തു. കടുവയുടെ മേശ കരിച്ചു കളയാത്ത പക്ഷം അതിന്റെ പ്രേതം തങ്ങളെ ആവേശിക്കുമെന്ന അന്ധവിശ്വാസം നായാട്ടുകാർക്കിടയിലുണ്ട്. അത് ശരി. കടുവയുടെ മുൻകാലുകളിലെ തോൽ ഉരിച്ചെടുക്കുന്നതിനിടയിൽ ആത്മകഥം എന്നതുപോലെ എന്നാൽ ഉറക്കെ തന്നെ മൗഗ്ലി പറഞ്ഞു. ഈ തോൽ നിങ്ങൾ ഗാനിവാരയിൽ കൊണ്ടുപോയി സമ്മാനം വാങ്ങും. അതിൽ നിന്നും 1 രൂപ എനിക്ക് തരികയും ചെയ്യും. ഒരുപക്ഷെ ഈ തോൽ എന്റെ സ്വന്തം ഉപയോഗത്തിനുള്ളതാണെങ്കിലോ? ഏയ് കിഴവ, ആ തീപ്പെട്ടി ദൂരെ എറിയൂ. നീ ആരോടാണ് സംസാരിക്കുന്നതെന്നറിയാമോ മൗഗ്ലി? ഗ്രാമത്തിലെ പ്രധാന വേട്ടക്കാരനാണ് ഞാൻ. നിന്റെ ഭാഗ്യവും പോത്തുകളുടെ ബുദ്ധിമോശവും കൊണ്ടാണ് ഈ കടുവ ചത്തത്. കടുവ തീറ്റി തിന്ന് അനങ്ങാൻ വയ്യാതെ കിടന്നത് നന്നായി, അല്ലെങ്കിൽ കാണാമായിരുന്നു. തേണ്ടി ചെറുക്ക, ഇതിന്റെ തോലുരിക്കാൻ പോലും നിനക്ക് അറിഞ്ഞുകൂടാ. ചത്ത കടുവയുടെ മേശ കരിച്ചുകൂടെന്ന് ബാൽദേവിനോടാണോ നീ പറയുന്നത്? മൗഗ്ലി, എനിക്ക് കിട്ടുന്ന സമ്മാനത്തിൽ നിന്ന് 1 പൈസ പോലും നിനക്ക് തരൂല. ചുട്ട അടിയാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. അതിനെ അവിടെ വിട്ടിട്ട് മാറി നിൽക്ക്. നട്ടുച്ച നേരത്ത് ഈ കിഴവൻ കുരങ്ങുമായി തർക്കിച്ച് നിൽക്കാൻ എനിക്ക് നേരമില്ല. അകേല, ഇയാൾ എന്നെ ശല്യപ്പെടുത്തുന്നത് കണ്ടോ? മൗഗ്ലി ഇത്രയും പറഞ്ഞതും ബൽദേവ് പിന്നിലേക്കും മറിഞ്ഞതും ഒപ്പമായിരുന്നു. മലർന്നു കിടക്കുന്ന തന്റെ മുകളിൽ ഒരു കൂറ്റൻ ചെന്നായ വാ പിളർന്ന് നിൽക്കുന്നത് അയാൾ കണ്ടു. ഒന്നും അറിയാത്തതുപോലെ തന്റെ ജോലി തുടരുന്നതിനിടയിൽ മൗഗ്ലി പല്ലിറമിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് സത്യമാണ് ബൽദേവ്. ഒരണ പോലും നിങ്ങൾ എനിക്ക് തരൂല. ഈ മുടന്തൻ കടുവയും ഞാനും തമ്മിൽ ഒരു പന്തയം വെച്ചിരുന്നു. വളരെ മുമ്പാണ്. അതിൽ ഞാനാണ് ജയിച്ചത്. ഒരു 10 വർഷം മുമ്പായിരുന്നുവെങ്കിൽ കാട്ടിൽ വെച്ച് ഒരു ചെന്നായെ കണ്ടാൽ ബൽദേവ് ഇതുപോലെ പേടിക്കുകയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വയസ്സായി. പോരെങ്കിൽ ഒരു സാധാരണ ചെന്നായയല്ല, നരഭോജിയായ കടുവയെ ഒറ്റയ്ക്ക് കൊല്ലാൻ കെൽപ്പുള്ള ഒരു കൊച്ചുകുട്ടിയുടെ ആജ്ഞ അനുസരിക്കുന്ന ഒരു വന്യമൃഗം.
അതിഭയങ്കരമായ മന്ത്രവാദമോ കൂടോത്രമോ ഇതിന്റെ പിന്നിലുണ്ടെന്ന് ബൽദേവ് തീർച്ചപ്പെടുത്തി. ഭൂതപ്രേതാദികളെ അകറ്റി നിർത്താൻ ഒരു ഏലസ് കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴതുകൊണ്ട് ഫലമുണ്ടാകുമോ എന്ന സംശയവുമുണ്ടായി. മൗഗ്ലി ഏത് നിമിഷവും ഒരു കടുവായായി മാറി തന്നെ കടിച്ചു കീറുമെന്ന് ഭയന്ന് അയാൾ കണ്ണുകളടച്ച് ശ്വാസമടക്കി ചലനമറ്റ് കിടന്നു. 2 നിമിഷം കഴിഞ്ഞപ്പോൾ ബൽദേവ് മെല്ലെ കണ്ണു തുറന്നു. ചെന്നായി അപ്പോഴും തന്റെ മുകളിൽ തന്നെ നിൽക്കുകയാണെന്ന് കണ്ട് ധൈര്യം സംഭരിച്ച് അയാൾ വിളിച്ചു പറഞ്ഞു, തമ്പുരാനെ, യജമാനനെ. ബൽദേവിന് ബഹുമാനമൊക്കെ ഉണ്ട്. മൗഗ്ലി ഊറിച്ചിരിച്ചുകൊണ്ട് എന്നാൽ മുഖമുയർത്താതെ ചോദിച്ചു, ഞാനൊരു പാവം വയസ്സനാണ്, എന്നോട് ക്ഷമിക്കണം. യജമാനൻ വെറുമൊരു ഇടയനാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. എന്നെ കടിച്ചു കൊല്ലരുതെന്ന് യജമാനന്റെ ഭൃത്യനോട് പറയണം. എന്നെ വിട്ടയക്കണം. ശരി ശരി, സമാധാനമായി പൊയ്ക്കോ. ഇനിയൊരിക്കലും എന്റെ കാര്യത്തിൽ തലയിടാൻ വരരുത്. അകേല, അയാൾ പൊയ്ക്കോട്ടെ. ബൽദേവ് പിടഞ്ഞെണീറ്റ് ജീവനം കൊണ്ട് ഓടിപ്പോയി. മൗഗ്ലി വല്ല ഭീകരജീവിയുടെയും രൂപത്തിൽ പിന്നാലെ വരുന്നുണ്ടോ എന്നറിയാൻ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് അയാൾ ഓടിയത്. ഗ്രാമത്തിലെത്തിയ പാടെ മൗഗ്ലിയുടെ മാന്ത്രിക സിദ്ധികളെക്കുറിച്ച് നാട്ടുകാരോടെല്ലാം അയാൾ പറഞ്ഞു കേൾപ്പിച്ചു. അതൊരു ഗുരുതര പ്രശ്നമാണെന്ന് പുരോഹിതനുൾപ്പെടെ ഗ്രാമവാസികൾക്കെല്ലാം തോന്നി. കൂട്ടുകാരുടെ സഹായത്തോടെ മൗഗ്ലി ജോലി തുടർന്നു. ആ വലിയ കടുവയുടെ തോലുരിച്ചു തീർന്നപ്പോഴേക്കും നേരം പുലരാറായി. ഇനി നമുക്കിതിനെ എവിടെയെങ്കിലും ഒളിച്ചു വെക്കാം, മൗഗ്ലി അകേലയോട് പറഞ്ഞു. അത് കഴിഞ്ഞ് പോത്തുകളെ ഗ്രാമത്തിലെത്തിക്കാൻ നീ കൂടി എന്നെ സഹായിക്കണം. മഞ്ഞുമൂടിയ മങ്ങിയ നിലാവെളിച്ചത്തിൽ രണ്ടുപേരും കൂടി പോത്തുകളെ ആട്ടിത്തെളിച്ചുകൊണ്ടുപോയി. അകലെ വെച്ച് തന്നെ ആർപ്പു വിളികളും ശംഖുനാദവും തപ്പുകൊട്ടലും കേട്ടു. ഗ്രാമവാസികളിൽ പകുതിയോളം പേർ പന്തങ്ങളുമായി മൗഗ്ലിയെ കാത്തു നിൽക്കുകയായിരുന്നു. ഞാൻ ഷെർഖാനെ കൊന്നതിനുള്ള സന്തോഷമായിരിക്കും ഇവർക്ക്, മൗഗ്ലി വിചാരിച്ചു. പക്ഷേ അപ്പോഴേക്കും തുരുതുര കല്ലുകൾ വന്നു വീഴാൻ തുടങ്ങി. ദുർമന്ത്രവാദി, ചെകുത്താൻ, ചെന്നായയുടെ മോൻ, കാട്ടിലെ പിശാശ് എന്നൊക്കെ ആൾക്കൂട്ടം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. വേഗം ഓടിപ്പോയിക്കോ, അല്ലെങ്കിൽ പുരോഹിതൻ നിന്നെ വീണ്ടും ഒരു ചെന്നായയാക്കും, ആരോ ഭീഷണിപ്പെടുത്തി. നോക്കി നിൽക്കാതെ ആ തോക്കെടുത്ത് വെടിവെക്ക് ബൽദേവ്, ഒരാൾ ആജ്ഞാപിച്ചു. ബൽദേവിന്റെ പഴയ തോക്കിൽ നിന്നും വെടിപൊട്ടി. പക്ഷേ ലക്ഷ്യം തെറ്റിപ്പോയി. ഒരു പോത്ത് ഉറക്കെ കരഞ്ഞുകൊണ്ട് മറിഞ്ഞു വീണു. അത് കണ്ടോ, കൂടോത്രത്തിന്റെ ശക്തി കണ്ടോ, നാട്ടുകാർ പരിഭ്രാന്തരായി വിളിച്ചു പറഞ്ഞു. ആ പിശാചിന് വെടിയുണ്ടയെ പോലും പേടിയില്ല. കണ്ടോ, തന്റെ പോത്തിന്റെ പുറത്താണല്ലോ വെടിയേറ്റത്. മൗഗ്ലി അമ്പരന്നു. എന്താണിത്, ഇവർക്ക് എന്തു പറ്റി? കല്ലേറ് കൂടുതൽ ശക്തമായി. മനുഷ്യക്കുട്ടി, നിന്റെ ഈ സഹോദരന്മാരുണ്ടല്ലോ, ഈ മനുഷ്യർ, അവർ ചെന്നായ്ക്കളെ പോലെ അല്ല. അടുത്തിരുന്ന അകേല ശാന്തമായി പറഞ്ഞു. ഇവർ നിന്നെ വെടിവെച്ച് കൊല്ലും, സൂക്ഷിച്ചോ. പുരോഹിതൻ തുളസിച്ചെടിയുടെ ഒരു കമ്പ് മുറിച്ചെടുത്ത് നീട്ടിക്കാണിച്ച് ഉറക്കെ മന്ത്രിച്ചു. ചെന്നായേ, ചെന്നായക്കുട്ടി, കാട്ടിലേക്ക് മടങ്ങിപ്പോയിക്കോ. അതിനിടയിൽ ഒരു സ്ത്രീ മുന്നോട്ട് ഓടി വന്നു. മെസുവായായിരുന്നു അത്. അവർ ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, എൻ്റെ മോനെ, നീ ദുർമന്ത്രവാദിയാണെന്നും കൂടെ കൂടെ രൂപം മാറി കാട്ടുമൃഗമാകുമെന്നും ഇവർ പറയുന്നു. ഞാനത് വിശ്വസിക്കുന്നില്ല. എൻ്റെ നാഥുവിനെ കൊന്നതിന് നീ പകരം വീട്ടിയല്ലേ? നന്നായി. എന്തായാലും ഇനി നീ ഇവിടെ നിൽക്കരുത്. വേഗം സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ ഇവർ നിന്നെ കൊന്നുകളയും. മെസുവ, ഇങ്ങോട്ട് പോരെ, തിരിച്ചു പോര്, അല്ലെങ്കിൽ നിനക്ക് വേറുകൊള്ളും. രോഷാകുലരായ ആൾക്കൂട്ടം അട്ടഹസിച്ചു. ഒരു കല്ല് മൗഗ്ലിയുടെ മുഖത്ത് വന്നു കൊണ്ടു. വല്ലാത്ത ഒരു ചിരിയോടെ മൗഗ്ലി വിളിച്ചു പറഞ്ഞു, തിരിച്ചു പോയിക്കോ മെസുവ. സന്ധ്യയ്ക്ക് മരച്ചോട്ടിലിരുന്ന് തട്ടി മൂളിക്കുന്ന നുണക്കഥകളാണ് ഇതൊക്കെ. എന്തായാലും നിങ്ങളുടെ മകനെ കൊന്ന കടുവയുടെ കഥ ഞാൻ കഴിച്ചല്ലോ. ഞാൻ പോകുന്നു മെസുവ. എനിക്ക് മന്ത്രമൊന്നും അറിഞ്ഞുകൂടാ. വേഗം പോയിക്കോളൂ. ഈ പോത്തുകളെ ഞാൻ ഓടിച്ചു വിടട്ടെ. പൊയ്ക്കോളൂ. അകേല, ഒരിക്കൽ കൂടി ഈ പോത്തുകളെ മുന്നോട്ട് പായിക്കണമല്ലോ, മൗഗ്ലി ഉറക്കെ വിളിച്ചു പറഞ്ഞു. തൊഴുത്തുകളിൽ അണയാൻ വെമ്പൽ കൊണ്ടിരുന്ന പോത്തിൻകൂട്ടം അകേല കുരയ്ക്കുന്നത് കേട്ടപ്പോൾ വിരളയെടുത്ത് കുതിച്ചു പാഞ്ഞു. ആൾക്കൂട്ടം നാലുപാടും ചിതറി ഓടി. എണ്ണി നോക്കിക്കോ, മൗഗ്ലി വെറുപ്പോടെ വിളിച്ചുകൂവി. ഒന്നിനെയും ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഇനി നിങ്ങളുടെ മാടുകളെ മേയ്ക്കാൻ എനിക്ക് മനസ്സില്ല. കാട്ടിലെ ചെന്നായ്ക്കളെ കൊണ്ടുവന്ന് നിങ്ങളെ ഞാൻ പിച്ച് ചീന്തിക്കുമായിരുന്നു. മെസുവയെ ഓർത്തു മാത്രമാണ് ഞാനത് ചെയ്യാത്തത്. അകേലയോടൊപ്പം തിരിച്ചു നടക്കവേ അവൻ വിളിച്ചു പറഞ്ഞു, ഈ ഗ്രാമത്തിലുള്ളവരെ ഉപദ്രവിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. മെസുവ എന്നോട് ദയവ് കാണിച്ചു. ഇവിടെ ജീവിച്ചത് മതി. വരൂ, ഷേർഖാന്റെ തോലും കൊണ്ട് നമുക്ക് പോകാം. പാല് പോലുള്ള നിലാവത്ത് തലയിലൊരു ചുമടുമായി മൗഗ്ലിയും പിന്നാലെ 2 ചെന്നായ്ക്കളും കാട് കയറി പോകുന്നത് ഭയചകിതരായ ഗ്രാമവാസികൾ കണ്ടു. പിശാചിനെ ആട്ടിപ്പായച്ചതിലുള്ള ആശ്വാസത്തോടെ അവർ കൂടുതൽ ഉച്ചത്തിൽ അമ്പലമണി മുഴക്കുകയും ശംഖൂതുകയും ചെയ്തു. മെസുവ ദുഃഖം സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു. ബൽദേവ് കാട്ടിലെ തന്റെ വീരകൃത്യങ്ങളെക്കുറിച്ച് പുതിയ കഥകൾ മെനഞ്ഞുണ്ടാക്കി. അകേല 2 കാലിൽ നിവർന്നു നിന്ന് മനുഷ്യനെ പോലെ തന്നോട് സംസാരിച്ചു എന്നുവരെ അയാൾ ആണയിട്ട് പറഞ്ഞു. കൗൺസിൽ യോഗം കൂടുന്ന പാറയിലേക്കുള്ള യാത്രാമധ്യേ മൗഗ്ലിയും കൂട്ടുകാരും അമ്മച്ചെന്നായുടെ ഗുഹയിലെത്തിയപ്പോൾ ചന്ദ്രൻ മലനിരകളിൽ മറഞ്ഞു. നേരം പുലർന്നു. അമ്മേ, മനുഷ്യരെന്നെ അവരുടെ കൂട്ടത്തിൽ നിന്നും പുറത്താക്കി, മൗഗ്ലി വിളിച്ചു പറഞ്ഞു. എങ്കിലും ഞാൻ വാക്ക് പാലിച്ചു.
ഷേർഖാന്റെ തോലിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അമ്മ ചെന്നായി കുട്ടികളോടൊപ്പം ഗുഹയ്ക്ക് പുറത്തിറങ്ങി വന്നു. തോല് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങി. അന്ന് നിന്നെ പിടിക്കാൻ ഈ ഗുഹയ്ക്കകത്ത് തലയിട്ടപ്പോഴേ ഞാൻ അവനോട് പറഞ്ഞതാ, ചിന്നത്തവളയോട് കളിക്കരുതെന്ന്. നീ ചെയ്തത് നന്നായി. പുറത്തെ കുറ്റിക്കാട്ടിൽ നിന്നൊരു പരുക്കം ശബ്ദം കേട്ടു. അനിയ, നീ മിടുക്കൻ തന്നെ. നിന്നെ കാണാതെ ഞങ്ങൾ കാട്ടിലുള്ളവർ വിഷമിക്കുകയായിരുന്നു. ബഗീര ഓടി വന്നു. മോംഗ്ലിയുടെ നഗ്നമായ കാലുകളിൽ തൊട്ടുരുമി നിന്നു. എല്ലാവരും കൂടി പാർപ്പെടുത്ത് വലിഞ്ഞു കയറി അകേല പതിവായി ഇരിക്കാറുള്ള സ്ഥലത്ത് കടുവായുടെ തോൽ വിരിച്ച് 4 ചുറ്റും മുളങ്കീറുകൾ കൊണ്ട് ഉറപ്പിച്ചു. അകേല അതിൽ നീണ്ടു നിവർന്ന് കിടന്ന് ആദ്യമായി മോംഗ്ലി അവിടെ എത്തിയപ്പോൾ ആജ്ഞാപിച്ചതുപോലെ ഉറക്കെ കൽപ്പിച്ചു, ശരിക്കും കണ്ടോളൂ ചെന്നായ്ക്കളെ, ശരിക്കും കണ്ടോളൂ. അകേല സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടതിനു ശേഷം നേതാവില്ലാതായതോടെ ചെന്നായ്ക്കൾ അവരവർക്ക് തോന്നിയതുപോലെ വേട്ടയാടാനും ശണ്ട കൂടാനും തുടങ്ങിയിരുന്നു. ജന്മവാസന അനുസരിച്ച് അവർ ഇര തേടി. കെണിയിലകപ്പെട്ട് ചിലരുടെ കാലൊടിഞ്ഞു. വെടിയേറ്റ ചിലർ മുടന്തി നടന്നു. അരുതാത്ത ആഹാരം കഴിച്ചു കുറെ പേർക്ക് ചൊറിയും ചിരങ്ങും പിടിച്ചു. ചിലരെ കാണാതായി. എങ്കിലും അവശേഷിച്ചവരെല്ലാം കൗൺസിൽ യോഗം കൂടുന്ന പാറയ്ക്ക് മുന്നിലെത്തി. ഷേർഖാന്റെ തോല് പാർപ്പുറത്ത് വിരിച്ചിരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. കൂർത്ത നഖമുള്ള മാംസമില്ലാത്ത കൈകാലുകൾ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നതും അവർ കണ്ടു. ഈ സമയത്താണ് മോംഗ്ലി പെട്ടെന്ന് തോന്നിയ ഒരു പാട്ട് രാഗവും താളവും ഇല്ലെങ്കിലും ആവേശപൂർവ്വം ഉറക്കെ പാടിക്കൊണ്ട് കടുവയുടെ തോലിന് പുറത്തു നിന്ന് തുള്ളിച്ചാടാൻ തുടങ്ങിയത്. കാലുകൾ തളരുന്നതുവരെ അവൻ നൃത്തം ചവിട്ടി. അകേലയും കൂട്ടുകാരും ഇടയ്ക്കിടെ ഓരിയിട്ട് സംഗീത കച്ചേരിക്ക് കൊഴുപ്പ് കൂട്ടി. ശരിക്ക് കണ്ടോളൂ ചെന്നായ്ക്കളെ, ഞാൻ വാക്ക് പാലിച്ചത് കണ്ടോളൂ. പാട്ടും നൃത്തവും തീർന്നപ്പോൾ മോംഗ്ലി വിളിച്ചു പറഞ്ഞു. ശരിയാണ്, ചെന്നായ്ക്കൂട്ടം പ്രതിവചിച്ചു. ക്ഷീണിതനായ ഒരു ചെന്നായി മോങ്ങി. അകേല, നിങ്ങൾ തന്നെ ഞങ്ങളെ നയിക്കണം. മനുഷ്യക്കുട്ടി, ഈ അഴിഞ്ഞാട്ടം ഞങ്ങൾക്ക് മതിയായി. വീണ്ടും ഞങ്ങൾക്ക് സ്വതന്ത്രരായി ജീവിക്കണം. ഇല്ല, അത് നടപ്പില്ല. ബഗീര മുരണ്ടു. തിന്നു കൊഴുക്കുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. സ്വതന്ത്രരെന്നല്ലേ നിങ്ങൾ അവകാശപ്പെട്ടത്? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ലേ കടിപിടി കൂടിയത്? എല്ലാം കിട്ടിയില്ലേ? ഇനി ഇഷ്ടം പോലെ അനുഭവിച്ചോളൂ. മനുഷ്യരും ചെന്നായ്ക്കളും എന്നെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇനി ഞാൻ ഒറ്റയ്ക്ക് കാട്ടിൽ വേട്ടയാടി കഴിഞ്ഞോളാം, മോംഗ്ലി പ്രഖ്യാപിച്ചു. വേട്ടയാടാൻ ഞങ്ങളും വരുന്നുണ്ട്, 4 ചെന്നായ്ക്കുട്ടികൾ ഒരേ സ്വരത്തിൽ പ്രഖ്യാപിച്ചു. അങ്ങനെ അന്നു മുതൽ 4 ചെന്നായ്ക്കുട്ടികളോടൊപ്പം മോംഗ്ലി കാട്ടിൽ ജീവിതം തുടർന്നു.